നോമിനേഷൻ പ്രക്രിയയിൽ രേണു സുധി വോട്ട് ചെയ്തിരിക്കുന്നത് അപ്പാനി ശരത്തിനെയാണ്. അങ്ങനെ എന്തായാലും അപ്പാനിക്ക് 8ൻ്റെ പണിയാവാൻ തീരുമാനിച്ച് തന്നെയാണ് രേണു സുധി നിൽക്കുന്നത്. അപ്പാനിക്ക് അമിതമായിട്ടുള്ള ദേഷ്യമാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആവശ്യമില്ലാതെ ബഹളമുണ്ടാകുന്നു. അതുകൊണ്ട് അപ്പാനിയെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു. അടുത്തതായി പറഞ്ഞത് ഒനിയലിൻ്റെ പേരാണ്. സത്യം പറഞ്ഞ കാരണം കേട്ടപ്പോൾ ചിരിച്ചുപോയി കേട്ടോ. ഒട്ടും ആക്റ്റീവ് അല്ല, ഹൗസിലെ ഒരു കാര്യങ്ങളിലും ഇടപെടുന്നില്ല, ഇനാക്റ്റീവാണ്. ഇതൊക്കെ പറഞ്ഞാണ് ഒനിയലിനെ രേണു സുധി നോമിനേഷനിൽ ഇട്ടത്. പക്ഷേ രേണുവിന് കഴിഞ്ഞ ആഴ്ച മുഴുവൻ അക്ബറിൻ്റെ സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ ഇത്തിരി വീണ് കിട്ടിയ കണ്ടന്റ് അല്ലാതെ സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് പോലും ഇടാൻ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ ഉണ്ടോ രേണു സുധി എന്ന് പോലും പ്രേക്ഷകർ ചോദിച്ചു പോകുന്ന രീതിയിലായിരുന്നു രേണുവിൻ്റെ ഒരു അപ്രത്യക്ഷമാകൽ. അപ്പോൾ രേണുവിനെ പോലെ തന്നെയുള്ള ഒരാളെ നോക്കി ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ വീക്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിലേ പോവേണ്ടിയിരുന്ന ആളാണ് രേണു സുധി എന്നുള്ള പ്രേക്ഷകരുടെ വാക്ക് ഞങ്ങൾ ഓർത്തു പോവുകയാണ്. എന്തായാലും നോമിനേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.